ഇനി പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. കനത്ത മഴയിലും ശബരീശ ദർശന സൗഭാഗ്യം തേടി ശബരിമലയിലേക്ക് ഭക്തജന പ്രവാഹം. 19,827 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. സന്നിധാനത്ത് 3 ദിവസമായി തുടരുന്ന മഴയ്ക്ക് ശമനം ഇല്ല. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പമ്പാ സ്നാനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം തുടരുകയുമാണ്. പൂജകൾ പൂർത്തിയാക്കി 21 രാത്രി 10 നട അടയ്ക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, മഴയാണ് തുടർച്ചയായ 3 ദിവസമായിട്ട്, എന്നിട്ടും അയ്യപ്പ ഭക്തർ അയ്യനെ വണങ്ങാനായി അങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇന്ന് സന്നിധാനത്ത് നിന്നുള്ള കാഴ്ചകൾ? രാഗി, പൊന്നോണത്തിന്റെ നല്ല നാളുകളെ മലയാളി വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി ആ നല്ല നാളുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ആ അനുഗ്രഹാശംസകൾക്ക് വേണ്ടി വലിയ തിരക്കാണ് സന്നിധാനത്ത് 3 ദിവസമായി അനുഭവപ്പെടുന്നത്. ആദ്യ ദിവസം 20,000-ഓളം ഭക്തജനങ്ങളും ഇന്നലെ 29,000-വും ഇന്നലെ മിനിഞ്ഞാന്ന് 29,000 ഭക്തജനങ്ങളും ഇന്നലെ 20,000-ഓളം ഭക്തജനങ്ങളും ദർശനം നടത്തി. ഇന്ന് പുലർച്ചെയും മഴയുണ്ട്. ഇന്നലെ രാത്രിയും കനത്ത മഴ, തോരാമഴ തന്നെയായിരുന്നു. ഇന്ന് പുലർച്ചെ അല്പസമയം, ഈ സമയം മാത്രമാണ് മഴ മാറി നിൽക്കുന്നത്. തണുത്ത കാലാവസ്ഥയാണ്. മഴയും മഞ്ഞും എല്ലാം ചേർന്ന് നല്ല തണുത്ത ഈ പ്രഭാതത്തിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി എത്തുന്ന, മല കയറിയെത്തുന്ന ഭക്തരുടെ ഭക്തി നിർഭരമായ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാം ധാരാളമായി എത്തുന്ന ദിവസങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങിനായി എത്തുന്ന ഭക്തരുടെയും വലിയ തിരക്ക് സന്നിധാനത്ത് നിന്ന് കാണാം. ഉഷപൂജ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉഷപൂജയ്ക്ക് ശേഷം കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങ് ഇപ്പോൾ സോപാനത്തിന് സമീപം, കൊടിമരച്ചോടിന് സമീപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയും കാഴ്ചകളാണ് കാണുന്നത്. ഭക്തി നിർഭരമായ, ഏറ്റവും നിഷ്കളങ്ക ഭക്തിയുടെ കുസൃതിയും നിഷ്കളങ്കതയും എല്ലാം നിറഞ്ഞ് കുഞ്ഞുങ്ങൾ ചോറൂണ് ചടങ്ങ് അയ്യപ്പ സ്വാമിയുടെ തിരുമുന്നിൽ ആദ്യമായി രുചി നുണയുന്ന ആ കാഴ്ചകളാണ് കാണുന്നത്. അയ്യപ്പസ്വാമിയിൽ നിന്നും ലഭിക്കുന്ന അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹാശംസകളോടുകൂടി ആദ്യ രുചി നുണയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ കുസൃതിയും കളിയും ചിരിയും നിഷ്കളങ്കതയും ഒക്കെ നിറഞ്ഞ് അയ്യപ്പസ്വാമിയുടെ മുന്നിൽ ആദ്യം രുചി നുണഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ അപ്പൂപ്പൻ്റെ, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് ആ ചോറൂണ് ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ നമുക്ക് കാണാം. നല്ല മഴയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി തുടരുന്ന മഴയ്ക്ക് മാറ്റമില്ല. രാവിലെ അല്പസമയം മാത്രമാണ്, ഇന്ന് കഴിഞ്ഞ 1 മണിക്കൂറായി മാത്രമാണ് മഴ മാറി നിൽക്കുന്നത്. രാത്രിയിൽ കനത്ത മഴയായിരുന്നു. 2 ദിവസമായി തുടരുന്ന മഴയ്ക്ക് ശമനമില്ലാത്തത് കൊണ്ട് തന്നെ പമ്പാ സ്നാനത്തിനുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഭക്തജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. പലയിടത്തും മല കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ വഴുക്കലൊക്കെ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് മല കയറണം, ഇറങ്ങണം എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടി ഈ സമയം ഉണ്ട്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. മലയാളികൾക്കൊപ്പം തന്നെ അയൽ സംസ്ഥാന ഭക്തജനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലായി കൂടുതലായി സന്നിധാനത്തേക്ക് എത്തി എന്നുള്ളതും ചിങ്ങമാസ പൂജാ നാളുകളിലെ പ്രത്യേകതയാണ്. കഴിഞ്ഞ 2 ദിവസം 3 ദിവസത്തെ അപേക്ഷിച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നാണ് ഈ തിരക്കിൽ നേരിയ കുറവ് ഉള്ളത്. കഴിഞ്ഞ 3 ദിവസവും വലിയ തിരക്ക് തന്നെ അനുഭവപ്പെട്ടു. ആദ്യ ദിവസവും 20,000-ന് മുകളിൽ ഭക്തജനങ്ങളും, രണ്ടാമത്തെ ദിവസവും 29,000-നടുത്ത് ഭക്തജനങ്ങൾ, മൂന്നാമത്തെ ദിവസം ഇന്നലെ 20,000-ഓളം ഭക്തജനങ്ങളും ദർശനം നടത്തിയപ്പോൾ ഇന്ന് പുലർച്ചെ ഈ തിരക്കിൽ നേരിയ കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നാണ് ഈ കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങിനുമൊക്കെ ആയിട്ടും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുകയും ചെയ്തത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉഷപൂജയ്ക്ക് ശേഷം അയ്യപ്പസ്വാമിയുടെ ആ പ്രസാദം അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ മടിയിലിരുന്നു കൊണ്ട് കുഞ്ഞുങ്ങൾ ആദ്യ രുചി നുണയുന്നതിൻ്റെ ആ സവിശേഷമായ, ആ പുണ്യകരമായ നിഷ്കളങ്ക ഭക്തിയുടെ ആ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഉഷപൂജയ്ക്ക് ശേഷമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ, നിഷ്കളങ്ക ഭക്തിയുടെ, കുസൃതിയുടെ, കളിച്ചിരിയുടെ എല്ലാം ആ നിഷ്കളങ്കമായ കാഴ്ചകൾ സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ ചോറൂണ് ചടങ്ങ് ഘട്ടമായി പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഒപ്പം തന്നെ നേരിയ തിരക്കിൽ കുറവുള്ളത് ഇന്നാണ്, കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഇന്ന് വെർച്വൽ 10,000-ഓളം ഭക്തജനങ്ങളാണ് ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ ഇന്ന് ബുക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. വെർച്വൽ ക്യൂ ബുക്കിങ്ങിലും ഇന്ന് കുറവുണ്ട്. ഇപ്പോൾ ഈ സോപാനത്തോട് ചേർന്ന് ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന ഭക്തജനങ്ങളുടെ ദർശനത്തിന് ഇനി അല്പസമയം മാത്രം ഉള്ള ഭക്തജനങ്ങളുടെ ആ കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് ഫ്ലൈ ഓവറും നടപ്പന്തലിലും എല്ലാം തിരക്ക് കുറവാണ് എന്നുള്ള കാര്യവുമുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ സമയത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളിലും വലിയ തിരക്കായിരുന്നുവെങ്കിൽ ഇന്ന് കുറവുണ്ട്. തിരക്കിൽ ഈ പ്രഭാതത്തിൽ കുറവുണ്ട് എന്നുള്ള കാര്യവുമുണ്ട്. 21-ാം തീയതി രാത്രി 10 മണിക്കാണ് പൂജകൾ പൂർത്തിയാക്കി, ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുന്നത്. 21-ാം തീയതി നടയടച്ചാലും ആഴ്ചകൾക്കപ്പുറം ശബരിമലയിലേക്ക് ഈ മഴയുള്ള ദിവസമാണ് എങ്കിലും വലിയ ഭക്തജന പ്രവാഹമാണ് എന്നുള്ളത് തന്നെയാണ് മിഥുൻ മുരളി
സന്നിധാനത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് കാണാം അവിടെ വലിയ തിരക്കുണ്ട്. കഴിഞ്ഞ ദിവസം 19,827 ഭക്തർ ദർശനം നടത്തിയിരുന്നു സന്നിധാനത്ത്. ഇന്നും അതേ തിരക്ക് തുടരുകയാണ്. 3 ദിവസമായി മഴയായിരുന്നു. ആ മഴ അല്പം ഇന്ന് രാവിലെ ഒന്ന് ശമിച്ചിട്ടുണ്ട്. അതൊരു ഒരു വലിയ ആശ്വാസം തന്നെയാണ്. നിരവധി കുഞ്ഞുങ്ങൾ ചോറൂണ് കർമ്മവും നടക്കുന്നുണ്ട്. അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും ഒപ്പം ചേട്ടൻ്റെയും ഒക്കെ മടിയിലിരുന്ന് ആദ്യമായി അന്നപ്രസാദം എടുക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾ. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. വളരെ സുന്ദരമായ കാഴ്ചകളാണ് ഈ പുലരിയിൽ നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. പൂജകൾ പൂർത്തിയാക്കി 21-ാം തീയതി രാത്രി 10-നായിരിക്കും ശബരിമല നട അടയ്ക്കുക. മിഥുൻ മുരളിയാണ് നമുക്ക് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്.